back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവരോടും ആയിട്ടൊരു ഹാപ്പി ന്യൂസും കൂടി പറയാനുണ്ട്. അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ ലാസ്റ്റ് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു കവർ പണ്ടേ നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പഴയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു പിടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് കറക്റ്റ് ഒരു ഷേപ്പിലൊന്നും ആക്കി മുറിച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്ക് വൈറ്റ് കളറിലെ കവറാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ വേറെ എന്തെങ്കിലും കളേഴ്സിലെ കവറൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു കളറിൽ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനത്തെ 2 പീസ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ടാണ് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അത്രയും കവർ എടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് ഫ്ലവർ. അപ്പോൾ ആ ഒരു 2 പീസ് ഇങ്ങനെ എടുത്തിട്ട് ക്രോസ് ആക്കി വെക്കുക. ക്രോസ് ആക്കി വെച്ചിട്ട് നമുക്കതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാം. അതായത് ലോക്ക് ചെയ്തിരിക്കുന്ന രീതിക്ക് ഇങ്ങനെ മടക്കി വെക്കാം. മടക്കി വെച്ചതിന് ശേഷം അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം മുകളിലേക്ക് ആക്കിയിട്ട് ഒന്നിച്ച് നിർത്തിയിട്ട് നമുക്ക് സാധാരണ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കമ്പി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റെമ്മായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റീലാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്കൊരു പീസായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ സ്റ്റെം രീതിക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ആ സ്റ്റീൽ റോഡ് ഇങ്ങനെ ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുകളിലേക്ക് നിൽക്കുന്ന ആ പെറ്റൽസ് ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത്ത് കൂടുതലുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് തന്നെ നമുക്ക് പൂവിൻ്റെ മൊട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാനിങ്ങനെ ചുരുട്ടിയെടുത്തു. എന്നിട്ട് ആ കവറിൻ്റെ തന്നെ വേറൊരു പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനത് വെച്ച് കൊടുത്തിട്ട് ആ സ്റ്റീൽ റോഡ് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സും മൊട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടേപ്പ് വേണം. ഈ ടേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്.
ഫ്ലവറിൻ്റെ സ്റ്റെമ്മിൽ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് ആ ഒരു സ്റ്റെമ്മിൻ്റെ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് എല്ലാം ഈ ഒരു രീതിക്ക് ഞാൻ ടേപ്പ് ചുറ്റി എടുത്തിട്ട് വരാം കേട്ടോ. എല്ലാത്തിലും ആ ഗ്രീൻ കളറിലെ ടേപ്പ് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്കൊന്ന് അസംബിൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലെ പേപ്പർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ലീവ്സ് ആയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് കവർ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ലീവ്സ് ആയിട്ടും കൂടി ഒട്ടിച്ചിങ്ങനെ വെക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒറ്റ ഒരു സ്റ്റെമ്മിലായിട്ട് ഓരോന്നിങ്ങനെ മുകളിലും താഴത്തേക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് അതിനൊപ്പം തന്നെ ആ ഗ്രീൻ ടേപ്പും കൂടി ചുറ്റിപ്പോവാം. അപ്പോൾ അതൊറ്റ പീസായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഫ്ലവർ വേസിലിട്ടിട്ട് നമുക്ക് വീട്ടിലെവിടെയൊക്കെ വെക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി വൈറ്റ് കളറിലെ അല്ല നല്ല കളർഫുള്ളായിട്ടുള്ള കവേഴ്സ് കിട്ടുകയാണെങ്കിൽ അത്രയും ഭംഗിയിൽ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തേക്കാണ്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നു. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരോടും താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണല്ലോ ഈ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ മെയിൽ ചെയ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നമ്മളുടെ വേറെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.